ഇറാൻ ഇസ്രായേൽ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നതിന് ശേഷം വെടിനിർത്തൽ ധാരണയായതിനു ശേഷം ഓപ്പറേഷൻ സിന്ധു അതായത് ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ എംബസി. സിബി ജോസഫ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സിബി, ഗുഡ് മോർണിംഗ്. വിനീഷ, ഗുഡ് മോർണിംഗ്. ഓപ്പറേഷൻ സിന്ധു താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 2000-ലധികം ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഇന്ത്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരിക്കുന്ന ഇനി മുന്നോട്ടുള്ള നടപടിക്രമങ്ങൾ? താൽക്കാലികമായാണ് ഹെൽപ്പ് ഡെസ്ക് അടക്കം മരവിപ്പിച്ചിരിക്കുന്നത്. വിനീഷ, ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചോടെ ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ നടപടി താൽക്കാലികമായി നിർത്തിവെക്കുക എന്ന രീതിയിൽ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടില്ല. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ഓപ്പറേഷൻ സിന്ധു അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാനിലെ മഷാദിലൊക്കെ ഹെൽപ്പ് ഡെസ്കുകൾ അടച്ചു എന്നുള്ളത് ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇതുവരെ 3170 പേരെയാണ് ഇറാനിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 ഒരാഴ്ചക്കാലമായി നാട്ടിലേക്ക് എത്തിച്ചത്. 2576 പേരെ ഇറാനിൽ നിന്നും 594 പേരെ ഇന്ത്യക്കാരെ ഇസ്രായേലിൽ നിന്നും നാട്ടിലെത്തിക്കുകയും ചെയ്തു. ഇന്നലെ മാത്രം ഇസ്രായേലിൽ നിന്നും 3 വിമാനമാണ് എത്തിയത്. 2 വിമാനങ്ങൾ എയർഫോഴ്സിൻ്റെ പ്രത്യേക വിമാനം ദില്ലിയിലെ പാലം വിമാനത്താവളത്തിലാണ് വന്നിറങ്ങിയത്. അങ്ങനെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഈ ഒരു ഇറാൻ ഇസ്രായേൽ സംഘർഷം വലിയ രീതിയിൽ രൂക്ഷമായി തുടർന്നായിരുന്നു ഇന്ത്യക്കാരെ എത്തിച്ചത്. ഇതിൽ കൂടുതൽ പേരും വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇസ്രായേലിൽ എല്ലാ ആളുകളെയും കരമാർഗം ജോർദാനിലോ ഈജിപ്തിലൊക്കെ എത്തിച്ചിട്ട് അവിടെ നിന്നാണ് പിന്നീട് ഇത്തരത്തിൽ ഈ ഇവാക്വേഷൻ നടപടികൾ മുന്നോട്ട് പോയത്. എന്തായാലും ഇനിയിപ്പോൾ ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ നടപടികൾ മരവിപ്പിച്ചു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല. എന്തായാലും ഇതുവരെ 3170 ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് ഏകദേശം 31 വിദ്യാർത്ഥികളാണ് ഇസ്രായേലിൽ നിന്ന് മാത്രമായി നാട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ അവർ വന്നിറങ്ങിയിരുന്നു. പിന്നീട് 31 മലയാളികളുണ്ട് എന്ന് നമുക്ക് അവിടുന്ന് PRD നമുക്ക് നൽകുന്ന കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൂടാതെ നേരത്തെ 10-20ഓളം വിദ്യാർത്ഥികൾ ഇറാനിൽ നിന്നും എത്തിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു 60-അധികം മലയാളി വിദ്യാർത്ഥികൾ തന്നെ ഈ ഒരു യുദ്ധസമയത്ത് ഇന്ത്യയിലേക്ക് നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. എന്തായാലും ഓപ്പറേഷൻ സിന്ധുവിൻ്റെ നടപടികൾ പുരോഗമിക്കുമ്പോഴും താൽക്കാലികമായി ഇറാനിലെ മസ്ജിദിനടക്കം ഹെൽപ്പ് ഡെസ്കുകൾ അടച്ചുപൂട്ടിയെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഘർഷം ഇനിയും ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഇവാക്വേഷൻ നടപടികളെല്ലാം തന്നെ നിർത്തിവെക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. വിനീഷ. ശരി, സിബി ജോസഫാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. താങ്ക് യു, സിബി. ഓപ്പറേഷൻ സിന്ധു താൽക്കാലികമായി മരവിപ്പിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്ന സ്ഥിതിക്ക്, വെടിനിർത്തൽ ധാരണയായ സ്ഥിതിക്ക് ഓപ്പറേഷൻ സിന്ധു അടക്കമുള്ള, അതായത് ഇന്ത്യക്കാരെ അടക്കമുള്ള ആളുകളെ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കുന്ന നടപടി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്ത്യൻ എംബസി. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. സിബി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചു വരുന്നത്.